എപ്പോഴാ നമ്മൾ തോക്ക? ഒരു മനുഷ്യൻ എപ്പോഴാ തോക്ക? ഞാൻ പറയും അവന്റെ അഭിമാനം നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലേ? ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ തോറ്റു പോകുന്നത് പൈസ ഇല്ലാതാവുമ്പോഴല്ല, കച്ചവടം പൊളിയുമ്പോഴല്ല, ജോലി നഷ്ടപ്പെടുമ്പോ അല്ല, അവന്റെ അഭിമാനം പോകുമ്പോഴാണ്, അവൻ അപമാനിക്കപ്പെടുമ്പോഴാണ്, അല്ലേ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അഭിമാനം എന്താണെന്നറിയോ? നമ്മുടെ മുഖമാണ്, മുഖം. അതുകൊണ്ട് നമ്മൾ പറയാം മുഖം രക്ഷിക്കുക, അല്ലേ? മുഖം രക്ഷിക്കുക എന്ന് പറയില്ലേ? ഈ അഭിമാനത്തെ ഞാൻ കൊണ്ട് എവിടെ ഇടുന്നത്? പ്രാർത്ഥനയിൽ. അവിടെ ലോകത്തിൽ ഏറ്റവും അപമാനിക്കപ്പെട്ട ഒരിടത്ത്, നാട്ടുകാർ തുപ്പുന്നിടത്ത്, ചവിട്ടുന്നിടത്ത് ഞാൻ എന്റെ അഭിമാനം കൊണ്ട് വെച്ചിട്ട് പറയാ, ഞാനേ ഇവിടെ ഉള്ളൂ, പക്ഷെ നിങ്ങളെ ഏറ്റവും മുകളിലാണ്. ഞാൻ സ്റ്റക്കാണേ, എനിക്ക് വഴിയറിഞ്ഞൂടാ, ഞാൻ തളർന്നുപോയി, ഞാൻ തോറ്റുപോയി. പക്ഷേ നീ ശക്തനും നീ ഉയരയുമാണ്, നീ എന്റെ അടുത്തുണ്ട്. എന്നിട്ട് കൈ കെട്ടിയിട്ട് നമ്മൾ ചോദിക്കുക, എനിക്ക് ആ വഴിയൊന്ന് പറഞ്ഞു തരണേ. നീ ശക്തനല്ലേ, നീ ഉയരെ നിൽക്കല്ലേ, നീ എനിക്ക് ഈദിന സിറാത്ത് മുസ്തഖീം, നീ എനിക്ക് വഴി പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്ന നമസ്കാരം. അതുപോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്തൊരു ലക്കിയ. ഒരു ദിവസം 5 നേരം നമ്മൾ ദൈവം ട്രെയിൻ ചെയ്യുക. എന്തിന്? തളരാതിരിക്കാൻ, തോക്കാതിരിക്കാൻ, കോൺഫിഡൻസോടുകൂടി ആരുടെയും മുന്നിൽ തല കുനിക്കാതിരിക്കാൻ. ഇവിടെ നമ്മൾ ചിന്തിച്ച് പറയുന്ന വാക്കുകൾ അർത്ഥത്തോടെ ഉള്ളിൽ കൊണ്ട് മനസ്സിൽ ഫീൽ ചെയ്താൽ പിന്നെ ഒരു മനുഷ്യന്റെ മുന്നിൽ അവൻ തല കുനിക്കണ്ട. അവൻ ഇയാളുടെ മുന്നിൽ, ഈ നിൽക്കുന്ന ആ സൃഷ്ടാവിന്റെ മുന്നിൽ മാത്രം കുനിച്ചാൽ മതി. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രിവിലേജ്.